ഹായ്, കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരി 5 മുതൽ 31 വരെ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിലെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബിഫാം, ആർക്കിടെക്ചർ അങ്ങനെ 4 പ്രോഗ്രാമുകൾക്കാണ് ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നത്. ആരൊക്കെയാണ് കീമിന് അപേക്ഷിക്കേണ്ടത്? എഞ്ചിനീയറിംഗ്. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും അർദ്ധ സർക്കാർ മേഖലയിലെയും ബിടെക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. ഓൺലൈൻ എക്സാം ഏപ്രിൽ 15 മുതൽ ആരംഭിക്കും. കേരളത്തിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെയും പ്ലസ് ടുവിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷയുടെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. കേരള മെഡിക്കൽ, MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം അടക്കമുള്ള മെഡിക്കൽ കോഴ്സുകൾക്ക് കേരളത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. എന്നാൽ പ്രത്യേക പ്രവേശന പരീക്ഷ കേരളത്തിന് മാത്രമായിട്ട് എഴുതേണ്ടതില്ല. മെയ് മാസത്തിലെ നീറ്റ് എക്സാം മാത്രം എഴുതിയാൽ മതിയാകും. ബിഫാം. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ബിഫാം കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കീം ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. ഏപ്രിൽ 15 മുതൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഓൺലൈൻ എൻട്രൻസ് എക്സാം ഉണ്ടാകും. അതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലസ് 2 മാർക്ക് പരിഗണിക്കാതെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും എൻട്രൻസിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബിഫാം റാങ്ക് ലിസ്റ്റ് ക്രമീകരിക്കുക. ആർക്കിടെക്ചർ. നേറ്റ നടത്തുന്ന ആർക്കിടെക്ചർ എൻട്രൻസ് എക്സാമിൻ്റെയും പ്ലസ് 2 മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും BR പ്രവേശനത്തിനും കീം 2026 ഓൺലൈൻ അപ്ലൈ ചെയ്തിരിക്കണം. ഈ 4 പ്രോഗ്രാമുകൾക്കും ഒരുമിച്ചോ അല്ലെങ്കിൽ താല്പര്യമുള്ള ഒന്നിലധികം കോഴ്സുകൾക്കൊക്കെ ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ജനുവരി 5 മുതൽ 31 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നേറ്റിവിറ്റി, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ പ്രൂവ് ചെയ്യുവാൻ ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്തു വേണം ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ. അതോടൊപ്പം തന്നെ OBC, നോൺ ക്രിമിലെയർ, EWS, മൈനോറിറ്റി, NRI അങ്ങനെ വിവിധ സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിനും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തു വേണം ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കുവാൻ. NCC, സ്പോർട്സ് എന്നിവയ്ക്കും ഈ കേരള ഓൺലൈൻ ആപ്ലിക്കേഷനിൽ പ്രത്യേകം രേഖപ്പെടുത്തുവാനുണ്ട്. ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന വിവരങ്ങളും അതോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ട രേഖകളെക്കുറിച്ചുമുള്ള വീഡിയോകൾ ബ്രില്യൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വിശദമായി ബ്രില്യൻ യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. കേരള എൻട്രൻസ് കമ്മീഷനുടെ പ്രോസ്പെക്ടസും വിശദമായി പരിശോധിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.